വാഹനാപകടത്തിൽ പരിക്കേറ്റ നടൻ ഷൈൻ ടോം ചാക്കോയുടെ ആരോഗ്യനില തൃപ്തികരം. ഷൈൻ്റെ ഇടത് കൈയിലും നട്ടെല്ലിനും ഒടിവുകളുണ്ട്. തൃശൂരിൽ ചികിത്സയിൽ കഴിയുന്ന ഷൈനിന്റെ ശസ്ത്രക്രിയ ചൊവ്വാഴ്ച നടത്തുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. പിതാവ് ചാക്കോയുടെ മൃതദേഹം സംസ്കരിച്ച ശേഷമാണ് ശസ്ത്രക്രിയ നടത്തുക. ഷൈൻ ടോം ചാക്കോയുടെ മാതാവ് മരിയയുടെ ഇടുപ്പെല്ലിനും പരിക്കേറ്റിട്ടുണ്ട്. പ്രതികരണം ഡോക്ടർ. ഷൈന് ഫ്രാക്ചർ ഹ്യൂമറസ്, അതായത് കൈ ഷോൾഡർ ജോയിന് താഴെ വരുന്ന ബോൺ 3 പീസസ് ആയിട്ട് പൊട്ടിയിരിക്കുകയാണ്. അത് ക്ലോസ് ഫ്രാക്ചറാ, പുറത്തെ മുറിവൊന്നുമില്ല. അതുമേ നമ്മൾ പ്ലാസ്റ്റർ ആയിട്ടിരിക്കുന്നത് ഇപ്പോൾ. പിന്നെ സ്പൈനിൽ ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്, ട്രാൻസ്വേഴ്സ് പ്രോസസ് എന്ന് പറയും. ചെറിയ ബോണിന്റെ ചെറിയൊരു അറ്റം മാത്രം, മേജർ ഇഞ്ചുറി അല്ല. അദ്ദേഹത്തിന്റെ ഫാദർ എക്സ്പയർഡ് ആയതുകൊണ്ട് ഫ്യൂണറൽ ഇടയിൽ വരുന്നതുകൊണ്ട്, അപ്പോൾ സർജറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്യൂണറലിന് പോകാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ഫ്യൂണറൽ കഴിഞ്ഞിട്ട് ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും വരാൻ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. ഇൻഫാക്ട് 2-3 ദിവസം വെയിറ്റ് ചെയ്ത ഇൻഫ്ലമേഷൻ നീര് കുറയുക ചെയ്യുക. അപ്പോൾ സർജറി ചെയ്യാൻ ആക്ച്വലി കുറച്ചുകൂടി ബെറ്റർ ആണ്. മദറിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അസിറ്റാബിലും ഫ്രാക്ചറും ഹിപ്പ് ഡിസ്ലൊക്കേഷനുമാണ് സംഭവിച്ചിരിക്കുന്നത്. ചെറിയ ഒരു ഹെഡ് ഇഞ്ചുറി ഉണ്ട്, ചെറിയ മൈൽഡ് കൺട്യൂഷൻ ബ്രെയിനിലുണ്ട്. ഷൈൻ ടോം ചാക്കോയുടെ പരിക്ക് ഗുരുതരമല്ലെന്ന് അദ്ദേഹത്തെ സന്ദർശിച്ച ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പറഞ്ഞു. കേൾക്കാം. ഒരു പ്രശ്നമില്ല. ഫ്രാക്ചറുണ്ട്, അത് സർജിക്കൽ ഇൻ്റർവെൻഷൻ വളരെ അത്യാവശ്യമാണ്. അത് എത്രയും പെട്ടെന്ന് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ അമ്മ ഇതുവരെ അറിയിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ കാണാൻ പോകുന്നവരുണ്ടെങ്കിൽ പോലും അത് വളരെയധികം ശ്രദ്ധിക്കണം. ഇന്നിപ്പോൾ രാത്രി 10:30 മണിയാകുമ്പം ചേച്ചിമാർ 2 പേരും എത്തും. ഇത് കഴിഞ്ഞാൽ അവർക്ക് അച്ഛൻ്റെ കൂടെ കുറേ നേരം ഇരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ നാളെ പകൽ സമയത്ത് രാവിലെ ബുദ്ധിമുട്ടായിരിക്കും, കുർബാനയുള്ളതാണ്. ഉച്ചയ്ക്ക് ശേഷം നടത്തുന്ന രീതിയിൽ വന്നിട്ട് ബാക്കി ബന്ധുക്കളെല്ലാം ഒന്ന് ആലോചിച്ച് ഇടവക വികാരിയായിട്ട് ആലോചിച്ചതിന് ശേഷം അത് തീരുമാനിക്കും. മുഖപം ജെയ്സൺ ചമോളപ്പിലുണ്ട്. ജെയ്സൺ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു, സുരേഷ് ഗോപി പറഞ്ഞത് നമ്മൾ കേട്ടു. ഷൈൻ ടോം ചാക്കോയുടെ ആരോഗ്യനിലയിൽ വലിയ ആശങ്ക വേണ്ടതില്ല അല്ലേ? ഡോക്ടർ അരുൺകുമാർ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ഷൈൻ ടോം ചാക്കോയുടെയും മാതാവ് മരിയയുടെയും ചികിത്സ ഇപ്പോഴും തുടരുക തന്നെയാണ്. പക്ഷേ ശസ്ത്രക്രിയയിലേക്ക് ഇപ്പോൾ കടക്കേണ്ടതില്ല എന്നതാണ് നിലവിലുള്ള തീരുമാനം. തിങ്കളാഴ്ച രാവിലെ 10:30 പിതാവ് ചാക്കോയുടെ മൃതദേഹം സംസ്കരിച്ച ശേഷം മാത്രം ശസ്ത്രക്രിയ മതി എന്ന നിലപാടാണ് ഇപ്പോൾ വീട്ടുകാർ എടുത്തിരിക്കുന്നത്. ഇതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ശസ്ത്രക്രിയ പൂർത്തിയായി കഴിഞ്ഞാൽ പൂർണ്ണമായും അനങ്ങാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഒരു അല്പമെങ്കിലും കൂടുതൽ വിശ്രമം ആവശ്യമായി വരും. ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അല്പം വേദന സഹിച്ചായാൽ പോലും പിതാവിൻ്റെ സംസ്കാര ചടങ്ങുകൾ പങ്കെടുത്ത ശേഷം മാത്രം മതി ശസ്ത്രക്രിയ എന്നതാണ് നിലവിലുള്ള തീരുമാനം. ഷൈൻ ടോം ചാക്കോയുടെ പരിക്ക് ഗുരുതരമല്ല. പക്ഷേ കയ്യിനും ഒടിവും അതുപോലെ തന്നെ നട്ടെല്ലിന് ചെറിയ ഒടിവുണ്ട്. അതോടൊപ്പം തന്നെ മാതാവിന് ഇടുപ്പെല്ലിന് പൊട്ടലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്രമം ആവശ്യമാണെന്നാണ് ഇന്ന് ഡോക്ടർമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഷൈൻ ടോം ചാക്കോയ്ക്ക് 6 ആഴ്ച മുതൽ 3 മാസം വരെ വിശ്രമം വേണ്ടിവരും. അത് ഓരോ ആരോഗ്യം കൂടുതൽ വീണ്ടെടുക്കുന്നതനുസരിച്ച് അത് ഏറിയും കുറഞ്ഞു വരിക്കുമെന്നാണ് ഇന്ന് ഡോക്ടർമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ 3 പേരുടെയും, അത് സഹോദരന് കാര്യമായ പരിക്കുകളില്ല, അമ്മയുടെയും അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോയുടെയും ആരോഗ്യസ്ഥിതി ബെറ്ററായി വരുന്നുണ്ട്. അതേസമയം പിതാവിൻ്റെ ഇന്നലെ കൊണ്ടുവന്ന മൃതദേഹം തൃശ്ശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്ന് അർദ്ധരാത്രിയോടുകൂടി ഷൈൻ ടോം ചാക്കോയുടെ 2 സഹോദരിമാർ വിദേശത്ത് നിന്നും എത്തും. അതിനുശേഷം നാളെ വൈകിട്ടാണ് വീട്ടിൽ പൊതുദർശനം വെച്ചിരിക്കുന്നത്. ചാക്കോയുടെ മറ്റന്നാൾ രാവിലെ മുണ്ടൂർ കർമ്മലമാത ദേവാലയത്തിലെ സെമിത്തേരിയിൽ ചാക്കോയുടെ മൃതദേഹം സംസ്കരിക്കും. ഏതായാലും വലിയ ദുഃഖകരമായ, വളരെ വേദനാജനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഷൈൻ ടോം ചാക്കോയുടെ കുടുംബം കടന്നു പോകുന്നത് എന്നത് സത്യമാണ്.